നമസ്കാരം. ചാനൽ 91ലേക്ക് സ്വാഗതം. സാക്ഷരതയിലും ആരോഗ്യരംഗത്തുമൊക്കെ ഇന്ത്യയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും ഈ മികവുകൾക്കുമേലെ കരിനിഴൽ വീഴ്ത്തുകയാണ് വീട്ടിലെ പ്രസവങ്ങൾ മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം നേമത്താണ് വീട്ടിലെ പ്രസവം മൂലം യുവതി മരിച്ച സംഭവമുണ്ടായത്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ സംസ്ഥാനത്ത് 403 പേരാണ് വീടുകളിൽ പ്രസവിച്ചത്. മലപ്പുറത്താണ് ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത്, 189 പ്രസവങ്ങൾ. രണ്ടാമത് വയനാടും മൂന്നാമത് തിരുവനന്തപുരവുമാണ്. കേരളത്തിൽ ഒരു വർഷം 500 മുതൽ 700 വരെ പ്രസവങ്ങൾ വീടുകളിൽ നടക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിലും ഉയരുമെന്നാണ് വിലയിരുത്തൽ. ഗർഭിണികളുള്ള വീടുകളിൽ ആശാപ്രവർത്തകരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും സന്ദർശനം നടത്താറുണ്ട്. എന്നാൽ ചിലർ ഗർഭിണിയുള്ള വിവരം മറച്ചുവെക്കും. ഗർഭിണിയാണെന്ന് സംശയമുള്ളപ്പോൾ പ്രഗ്നൻസി കിറ്റ് ഉപയോഗിച്ച് സ്ഥിരീകരിക്കുന്ന ഇവർ വീട്ടിൽ പ്രസവം എടുക്കുന്ന സംഘത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രമേ അനുസരിക്കാറുള്ളൂ. വീട്ടിൽ പ്രസവം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പ്രചരണം നടത്തുകയും ചെയ്യുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് സജീവമാണ്. വീട്ടിൽ പ്രസവം എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഗർഭിണികൾ ഗുരുതരാവസ്ഥയിലാകുന്ന സംഭവങ്ങൾ കൂടി വരുന്നുണ്ട്. വീട്ടിൽ പ്രസവം നടത്തുന്നതിന് കുടുംബാംഗങ്ങൾ കൂട്ടുനിൽക്കുന്നതിനാൽ മരണം നടന്നാലും അത് പ്രസവത്തിനിടെയുണ്ടായ മരണമായി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. പകരം മറ്റെന്തെങ്കിലും കാരണം തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് മരണ സർട്ടിഫിക്കറ്റ് വാങ്ങും. അതിനാൽ വീട്ടിലെ പ്രസവത്തിനിടെ മുൻപ് ആരും മരിച്ചിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയാനും ആരോഗ്യ പ്രവർത്തകർക്ക് സാധിക്കുന്നുമില്ല. ഈ രീതിയിലുള്ള പ്രസവത്തെ നിരുത്സാഹപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് നിരന്തരം ബോധവൽക്കരണം നടത്തുമ്പോഴാണ് മറുവശത്ത് അശാസ്ത്രീയമായ പ്രസവ രീതി സംഘടിതമായി പ്രചരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് വിദ്യാസമ്പന്നരെന്ന അഭിമാനം കൊള്ളുന്ന മലയാളികളുടെ ഇടയിൽ ഇത്തരം അശാസ്ത്രീയ ചികിത്സകൾക്ക് ഇത്രയേറെ വേരോട്ടം ലഭിക്കുന്നത്? പണ്ടുകാലത്തുള്ള ആളുകൾ വീടുകളിൽ തന്നെയായിരുന്നു പ്രസവം നടത്തിയിരുന്നത്. പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയോ ആദ്യ പ്രസവത്തിൽ എന്തെങ്കിലും അപകടഘട്ടം നേരിടേണ്ടി വന്നാലോ മാത്രമാണ് പ്രസവിക്കുന്നതിനായി ആശുപത്രി തെരഞ്ഞെടുത്തിരുന്നത്. പണ്ടത്തെ പോലെ വീടുകളിൽ പ്രസവിച്ചാൽ മതി എന്ന ചിന്ത ചിലരിലും കാണുന്നുണ്ട്. വികസിത രാജ്യങ്ങളിലൊക്കെ വീടുകളിലെ പ്രസവം സർവ്വസാധാരണമാണ്. അവർക്കൊക്കെ കുഴപ്പമില്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കിതായിക്കൂടാ എന്ന ചിന്തയാണ് മറ്റൊന്ന്. വീടുകളിൽ പ്രസവം നടക്കുമ്പോൾ പ്രസവ വേദനയുടെ സമയത്ത് ഗർഭിണികളെ സമാധാനിപ്പിക്കുന്നതിനായി വേണ്ടപ്പെട്ടവർ അടുത്തുണ്ടല്ലോ എന്ന ചിന്ത. മാത്രമല്ല, ആശുപത്രികളിൽ പോയാൽ അനാവശ്യമായി സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുമോ എന്ന ഭയം. പണ്ടുകാലത്തെ പ്രസവം വീടുകളിലായിരുന്നെങ്കിലും അത്തരത്തിൽ ജനിച്ച എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്, അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. അതുപോലെ തന്നെ എത്ര അമ്മമാർ പ്രസവാനന്തരം മരിച്ചിട്ടുണ്ട് എന്നതിനും കണക്കില്ല. മരണം നടന്നിട്ടില്ലെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനും രേഖകളൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് 8, 9, 10 കുഞ്ഞുങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുക എന്നത് വലിയ മനോവിഷമം ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഒരു കുടുംബത്തിൽ 1, 2 കുട്ടികൾ മാത്രമാണുള്ളത്. അതിൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ സ്വീകാര്യമല്ല തന്നെ. അതുകൊണ്ട് തന്നെ പണ്ടുകാലങ്ങളിൽ പ്രസവം വീട്ടിൽ നടത്തിയിരുന്നതിന്റെ പേരിൽ ഇപ്പോഴങ്ങനെ ചെയ്യാം എന്ന തീരുമാനമെടുക്കുന്നത് ഒട്ടും ശരിയല്ല. വികസിത രാജ്യങ്ങളിൽ വീട്ടിലെ പ്രസവം നടത്തുന്നത് കൃത്യമായ പരിശീലനവും അറിവുമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിലാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് അത്തരമൊരു രീതി നിലവിൽ വന്നിട്ടില്ല. വികസിത രാജ്യങ്ങളിൽ പ്രസവ വേദന തുടങ്ങി എന്ന് അറിയിക്കുമ്പോൾ തന്നെ ആരോഗ്യ പ്രവർത്തകർ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് വീട്ടിലെത്തുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടായാലും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാഹചര്യവുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. പ്രസവ സമയത്ത് ഒറ്റയ്ക്കായി പോകുമെന്ന ഭയം ഒഴിവാക്കി ഗർഭിണിയെ ആശ്വസിപ്പിക്കുന്നതിനായി സർക്കാരും ആരോഗ്യ പ്രവർത്തകരും കൂടി ചേർന്ന് മുന്നോട്ട് വെച്ച ആശയമാണ് ബർത്ത് കമ്പാനിയൻ. ആശുപത്രി ജോലിക്കാർ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ, വേണ്ടപ്പെട്ട മറ്റാളുകൾ എന്നിവരെ ഗർഭിണിക്ക് തിരഞ്ഞെടുക്കാം. പണ്ടത്തെ കാലത്തെ പോലെ പ്രസവ മുറിയിൽ ആരെയും കയറ്റിവിടില്ല എന്ന സ്ഥിതി ഇപ്പോഴില്ല. കുറച്ചു നേരത്തേക്കെങ്കിലും ഇപ്പോൾ ബന്ധുക്കളെ കയറ്റുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും ബർത്ത് കമ്പാനിയൻ എന്ന സംവിധാനം ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രസവ സമയത്ത് തനിച്ചാകുമെന്ന കാരണത്താൽ പ്രസവം വീട്ടിൽ നടത്തേണ്ടതില്ല. ആശുപത്രികളിൽ കൊണ്ടുപോയാൽ ആവശ്യമില്ലാതെ സിസേറിയൻ ചെയ്യുമെന്നത് ഒരു മിഥ്യാധാരണയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ 1, 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇത്തരം സാഹചര്യത്തിൽ പ്രസവ സമയത്ത് കുഞ്ഞിന്റെ ജീവന് ഭീഷണിയായി എന്തെങ്കിലും ഘടകമുണ്ടെങ്കിലോ അമ്മയുടെ ജീവനെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ മാത്രമാണ് സിസേറിയൻ എന്നത് സ്വീകരിക്കുക. പ്രസവ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഏതു തരത്തിലുള്ള സങ്കീർണതകളും ഉണ്ടാകാം. അത് മുൻകൂട്ടി പറയാൻ സാധിക്കുന്നതല്ല. അമിതമായ രക്തസ്രാവം, കുഞ്ഞിനുണ്ടാകുന്ന ഹൃദയമിടിപ്പിലെ വ്യത്യാസം, വിചാരിക്കുന്നതിലും കൂടുതൽ പ്രസവം നീണ്ടുപോവുക, ഇതൊക്കെ സാധാരണയായി കണ്ടുവരുന്ന സങ്കീർണതകളാണ്.
ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളും ഉപകരണങ്ങളും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചവരും ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയ്ക്കും കുഞ്ഞിനും അപകടഘട്ടം തരണം ചെയ്യാനാവൂ. വീട്ടിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ കിട്ടില്ല. തികച്ചും അപ്രതീക്ഷിതമായിട്ടാവും രക്തസ്രാവം തുടങ്ങുന്നത്. വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അമ്മയുടെ രക്തമെല്ലാം വാർന്നൊഴുകി ജീവന് തന്നെ അപകടം സംഭവിക്കാം. പ്രസവ വേദന തുടങ്ങിയാൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രസവം നീണ്ടുപോയാൽ കുഞ്ഞിന്റെ തലയിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ് വന്ന് ബുദ്ധിമാന്ദ്യം സംഭവിച്ചേക്കാം. ഇത് യഥാസമയം കണ്ടുപിടിച്ച് ഉടനടി പരിഹാരം നിർദ്ദേശിക്കാൻ ഈ ശാസ്ത്രമറിയുന്നവരും അതിനുവേണ്ട ഉപകരണങ്ങളും കൂടെ തന്നെ ഉണ്ടാകണം. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്താലാണ് മാതൃ നവജാത ശിശു മരണനിരക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിന് വിപരീതമായിട്ടാണ് അനാരോഗ്യപരമായി വീടുകളിൽ പ്രസവം നടത്തുന്നത്. വീടുകളിൽ പ്രസവിക്കുക എന്നത് ഒരു ഫാഷനാകുമോ എന്നതാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഭയം. പ്രസവം എന്നത് ഏതു സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു പ്രക്രിയയാണ്. യഥാസമയം അത് വേണ്ട പോലെ നേരിടാനുള്ള സംവിധാനമില്ലെങ്കിൽ അമ്മയെയോ കുഞ്ഞിനെയോ രണ്ടുപേരെയോ നമുക്ക് നഷ്ടമായേക്കാം. ഓർക്കുക, ജീവനാണ്, കരുതൽ വേണം.